എന്റെ ഒരു അഭിപ്രായത്തിൽ അവര് വേണ്ട നമ്മുടെ സ്വന്തം ആൾക്കാരാ ആരെയും തടയണ്ട. എപ്പോ വരും? ഒരാളെ തടയണ്ട, അവരെല്ലാം നമ്മൾ സ്വീകരിക്കാൻ റെഡിയാ. വിളിച്ചു അദ്ദേഹം പോലും പറഞ്ഞില്ല. ഞങ്ങൾക്കൊരു പ്രശ്നമില്ല, എന്റെ നാട്ടുകാരല്ലേ, വരുന്നതിന് ഒരു പ്രശ്നമില്ല. അവരിന്റെ അക്രമം കാണിക്കുന്നത് എനിക്ക് ഞാൻ വിശ്വസിക്കുന്നില്ല. അവർ വന്നോട്ടെ, അവരുടെ സ്വാതന്ത്ര്യമില്ല. ഒന്നും തടയുക വേണ്ട, അവർ വന്നോട്ടെ. ഞാൻ ഒഫീഷ്യലി ഞാൻ ഇവിടെ കത്ത് തരണ കരാ മാർച്ചിനെ തടഞ്ഞിരിക്കുകയാണ്. ജനങ്ങളുടെ ഇടയ്ക്കേറി ഇടങ്ങി നടക്കാൻ നല്ല ധൈര്യമുള്ള MLA ആണ് എന്ന് നമുക്ക് ഇതുകൊണ്ട് മനസ്സിലായിരിക്കുകയാണ്. ഈ ജനങ്ങളെ കാണുമ്പോൾ വെളുക്കച്ചിരി ചിരിച്ച് ജനങ്ങളെ പറ്റിച്ച് പുതുപ്പള്ളിയുടെ അതുകൊണ്ട് പ്രതിഷേധ മാർച്ച് ഇവിടെ ഔപചാരികമായി ആരംഭിക്കുകയാണ്. ഈ പാർട്ടിയുടെ മുഴുവൻ പള്ളി എല്ലാം പറഞ്ഞോണ്ട് അതേത് കാണാൻ വേണ്ടി അത് മാത്രം ഞങ്ങൾ ഈ പറഞ്ഞ ഞാൻ ആവശ്യപ്പെട്ടു പോലീസ് നിൽക്കരുത്. ഞാൻ പറഞ്ഞു, ഞാൻ പോലീസിനോട് ഒഫീഷ്യലി ആവശ്യപ്പെട്ടു. ഒരു കേസിന്റെ ആവശ്യം ഒരു കേസ് പുതുപ്പള്ളിയിലെ വികസന മുരടിപ്പിനെ ചൊല്ലി BJPയും MLA ചാണ്ടിയുമ്മനും തമ്മിലുള്ള രാഷ്ട്രീയ തർക്കം പുതിയ തലത്തിലേക്ക് കടന്നിരിക്കുകയാണ്. മണ്ഡലത്തിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം ചർച്ചയാകാതിരിക്കാൻ MLA മനഃപൂർവ്വം നാടകങ്ങൾ കളിക്കുകയാണെന്ന് BJP നേതാക്കൾ ആരോപിക്കുന്നു. പുതുപ്പള്ളിയിൽ കുടിവെള്ളമില്ലെന്നും റോഡുകൾ തകർന്നു കിടക്കുകയാണെന്നും ഈ യാഥാർത്ഥ്യം കോൺഗ്രസിനും LDFിനും ഒരുപോലെ അറിയാമെന്നും BJP ചൂണ്ടിക്കാട്ടി. പുതുപ്പള്ളിയുടെ വികസന മുരടിപ്പ് ചർച്ചയാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ MLA നടത്തിയിട്ടുള്ള ഈ നാടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 40 വർഷത്തിന് മുമ്പിലുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞങ്ങൾ ചോദിച്ചിട്ടുള്ളത്. ഇവിടെയുള്ള കുടിവെള്ളമില്ല, ഇവിടുത്തെ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളില്ല, റോഡില്ല. ഈ വിഷയങ്ങൾ പൊതു സമൂഹത്തിന്റെ മുമ്പിലേക്ക് എത്തുമെന്ന് എല്ലാവരേക്കാൾ ഉപരി കോൺഗ്രസിനും LDFിനും അറിയാം. ഇപ്പോ പുതിയ ഒരു BJP ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് ഡൈവേർട്ട് ചെയ്ത് ഈ വിഷയത്തിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി ബോധപൂർവം MLA നടത്തിയ ഒരു നാടകമാണ്. കാരണം ഈ സമരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പ്രകോപിപ്പിക്കാൻ വേണ്ടി MLA പുറകെ വന്നു ഗോഷ്ഠി കാണിച്ചു, കൈപൊക്കി കാണിക്കുന്നു. ഒരു പക്ഷി സമരം ചെയ്യുമ്പോൾ ചെയ്യേണ്ട ഒരു പ്രിക്കോഷൻസ് ആണ് ഇവിടെ പോലീസ് എടുത്തിട്ടില്ല. കാരണം പോലീസ് ആളുകൾ പിരിഞ്ഞു പോയി അവസാനിച്ച് കൃതജ്ഞത പറയുന്ന സമയത്താണ് നമ്മുടെ ഈ പറയുന്ന MLA ഇറങ്ങി വരുന്നത്. എന്താണ് MLAയുടെ ഉദ്ദേശം? BJPക്കാർ ആക്രമിച്ചു എന്ന് പറയാനാ? ഒരു MLAക്കെതിരെ സമരം നടക്കുമ്പോൾ MLA ചെയ്യേണ്ടത് നിർത്തിയതാണിത്. ഇനി MLAക്ക് ബോധമില്ലെന്നുണ്ടെങ്കിൽ കേരള പോലീസിന് ബോധം വേണ്ടേ? അപ്പൊ പോലീസും എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഒരു തിരക്കഥയാണോ എന്ന് ഞങ്ങൾ സംശയിക്കുക. കാരണം അവിടെ ഇറങ്ങി വന്നാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത്, അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ, ഇപ്പൊ നമുക്കറിയാം, ഒന്ന് വീണ ജോർജിന്റെ വിഷയം നടന്നുകൊണ്ടിരിക്കുക.
അദ്ദേഹത്തിന് സംഭവിച്ചു കഴിഞ്ഞാൽ അത് ചാണ്ടി ഉമ്മനെ ആക്രമിച്ചു എന്ന് പറഞ്ഞ് കേരളം മുഴുവൻ സഹതാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ? സംയമനം പാലിച്ചുകൊണ്ട് മാത്രമാണ്. ഇത് സംയമനം പാലിക്കാൻ എല്ലാ കാലവും ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിക്കരുത്. കേരള പോലീസ് ഈ കാര്യത്തിൽ നടപടിയെടുക്കണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അദ്ദേഹം ഈ സമരത്തിനിടയിലേക്ക് ഇറങ്ങി വന്നതിനുള്ള അടക്കം കേസടക്കം എടുക്കാൻ തയ്യാറാവണം. ഇതാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്. അദ്ദേഹം എന്തൊക്കെ തട്ടിപ്പ് നടത്തിയാലും യാതൊരു സംശയവും വേണ്ട, അദ്ദേഹത്തിന്റെ യാത്രകളെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ഇടയ്ക്കിടയ്ക്കുള്ള ഈ മുങ്ങൽ ഞങ്ങൾ വെളിയിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും. യാതൊരു സംശയവും വേണ്ട. ഇതൊക്കെ വെളിയിൽ ചർച്ചയാവുമെന്ന് പേടിച്ചാണ് അദ്ദേഹം ഇപ്പൊ ഈ പുതിയ നാടകവുമായിട്ട് വന്നിട്ടുള്ളത്. ഇത് ഞങ്ങൾ പൊളിക്കും, യാതൊരു സംശയവും വേണ്ട. ഞങ്ങൾ സംയമനം പാലിച്ചതാണ്. പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ വീഴ്ച അത് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. ഭരണകക്ഷിയുടെ അനുവാദത്തോടുകൂടിയാണോ ഇത്തരമൊരു നാടകം ഇവിടെ നടത്തിയതെന്നും കൂടെ ഞങ്ങൾ സംശയിക്കും. എന്നാൽ BJPയുടെ ആരോപണങ്ങളെയും തന്റെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധ മാർച്ചിനെയും തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് ചാണ്ടി ഉമ്മൻ നേരിട്ടത്. BJPയുടെ പ്രതിഷേധ മാർച്ച് തടയരുതെന്ന് അദ്ദേഹം പോലീസിന് കർശന നിർദ്ദേശം നൽകി. അവർ നമ്മുടെ നാട്ടുകാർ തന്നെയല്ലേ, അവർ വന്നോട്ടെ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. അവർ തന്നെ ആക്രമിക്കുമെന്ന് കരുതുന്നില്ലെന്നും ജനാധിപത്യപരമായ പ്രതിഷേധങ്ങളെ സ്വാഗതം ചെയ്യുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. അദ്ദേഹം പോലും പറഞ്ഞിട്ടില്ല, ഞങ്ങൾക്കൊരു പ്രശ്നമില്ല, എന്റെ നാട്ടുകാരല്ലേ, വരുന്നതിന് ഒരു പ്രശ്നമില്ല. അവരിന്റെ അക്രമം കാണിക്കുന്നത് എനിക്ക് ഞാൻ വിശ്വസിക്കുന്നില്ല. അവർ വന്നോട്ടെ, അവരുടെ സ്വാതന്ത്ര്യമില്ല. ഒന്നും തടയുക വേണ്ട, അവർ വന്നോട്ടെ. ഞാൻ ഒഫീഷ്യലി ഞാൻ ഇവിടെ കത്ത് തരണ MLA മാർച്ചിനെ തടഞ്ഞിരിക്കുകയാണ്. ജനങ്ങളുടെ ഇടയ്ക്ക് നടക്കാൻ നല്ല ധൈര്യമുള്ള MLA ആണ് എന്ന് നമുക്ക് ഇതുകൊണ്ട് മനസ്സിലായിരിക്കുകയാണ്. ഈ ജനങ്ങളെ കാണുമ്പോൾ വെളുക്കച്ചിരിച്ച് ജനങ്ങളെ പറ്റിച്ച് പുതുപ്പള്ളിയുടെ എത്രണ്ണം ഉണ്ട്?